ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് വീക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കിൽ ഏതൊക്കെ ടോപ്പ് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഗുഡ് ഈവനിങ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻഫോസിസ് 1533 റുപ്പീസിൽ കറൻ്റ് ട്രേഡ് ചെയ്യുന്നു. BNB പരിബസ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. 2000 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ 2 വീക്സ് ടു 1 മന്ത് ആണ് ടൈം ഫ്രെയിം വരുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റോക്ക് HCL ടെക്നോളജീസ് 1433 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1610 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. 1500 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 1610 ടാർഗറ്റ്. അഗെയിൻ BNB പരിബസ് ആണ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. IT സോഫ്റ്റ്വെയർ സെക്ടറിൽ തേർഡ് പ്ലേസിൽ നല്ല ഗ്രോയിങ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്കാണ്. തേർഡ് സ്റ്റോക്ക് ബോംബെ ഡൈയിങ് ആൻഡ് മാനുഫാക്ചറിങ് 160 റുപ്പീസിൽ കറൻ്റ് ട്രേഡ് ചെയ്യുന്നു. ICICI ഡയറക്റ്റ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് വാല്യുവേഷൻ്റെ ബേസ് ചെയ്തിട്ടല്ല, ടെക്നിക്കലി ബ്രേക്കൗട്ട് തരുമെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇവരുടെ വാല്യുവേഷൻ നോക്കിയാൽ ബുക്ക് വാല്യൂ നെഗറ്റീവ് ആണ്, PE അതുപോലെ ROE ഒക്കെ നെഗറ്റീവ്. അപ്പോൾ ആ ഒരു ഇതുള്ളത് കൊണ്ട് നിങ്ങൾ ഈ ഒരു സ്റ്റോക്ക് അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ബട്ട് ടെക്സ്റ്റൈൽ സെക്ടറിൽ ടെക്നിക്കലായിട്ട് ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുണ്ട് എന്ന് ICICI റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് ആയതുകൊണ്ട് ഈ സ്റ്റോക്ക് പറയുന്നു 172 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് സ്റ്റോക്ക് ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനി 1258 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ആക്സിസ് സെക്യൂരിറ്റീസ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. 1526 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അഗെയിൻ 2 വീക്സ് ടു 3 വീക്സ് ആ ഒരു ടൈം ഫ്രെയിം ആണ് ഉള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് പൂനാവാല ഫിൻകോർപ്പ് 459 റുപ്പീസിൽ കറൻ്റ് ട്രേഡ് ചെയ്യുന്നു. ആക്സിസ് സെക്യൂരിറ്റീസ് ആണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. 541 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഫിനാൻസ് സെക്ടറിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ബന്ധൻ ബാങ്ക്. ബന്ധൻ ബാങ്ക് നമ്മൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. 252 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ആക്സിസ് സെക്യൂരിറ്റീസ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. 319 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ ഡാബർ ഇന്ത്യ മോട്ടിലാൽ ഒസ്വാൾ ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. 569 റുപ്പീസിൽ കറൻ്റ് ട്രേഡ് ചെയ്യുന്നു. 685 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. FMCG സെക്ടറിൽ സെക്കൻഡ് പ്ലേസിൽ നല്ല ഗ്രോത്ത് ഉള്ള സ്ട്രോങ് ഫിനാൻഷ്യലി ഗ്രോത്ത് ഉള്ള ഒരു സ്റ്റോക്കാണ്. ഡിവിഡൻഡ് യീൽഡിംഗ് സ്റ്റോക്കാണ്. സോ ഡാബർ ഇന്ത്യ 685 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഗ്ലോബൽ ഹെൽത്ത്. അഗെയിൻ മോട്ടിലാൽ ഒസ്വാൾ ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. കറൻ്റ്ലി 1002 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1170 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. IIFL ഫിനാൻസ് ആണ് നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക്. 642 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 700 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 800 വരെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മോട്ടിലാൽ ഒസ്വാൾ ആണ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. IIFL ഫിനാൻസ് നല്ലൊരു സ്ട്രോങ് ഫിനാൻഷ്യൽ ഉള്ള സ്റ്റോക്കാണ്. ലോങ് ടേമിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ദെൻ NTPC. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് NTPC കറൻ്റ്ലി 315 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 345 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ആക്സിസ് സെക്യൂരിറ്റീസ് ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. 2 വീക്സ് ടു 1 മന്ത് ടാർഗറ്റ് ടൈം ഫ്രെയിം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതല്ലാതെ ഇനി ബ്രേക്കൗട്ട് തരാൻ അല്ലെങ്കിൽ നല്ല ഒരു മൂവ്മെൻറ്റിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കിൻ്റെ അനാലിസിസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ദറ്റ് ഈസ് JBM ഓട്ടോ. ബോണസ് സ്പ്ലിറ്റ് ഒക്കെ 2 ടൈംസ് തന്നിട്ടുള്ള സ്റ്റോക്കാണ്. അപ്പോൾ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓട്ടോ സെക്ടർ എസ്പെഷ്യലി ഇലക്ട്രിക് വെഹിക്കിൾസിന് നല്ല ഡിമാൻഡ് ഉണ്ട്. ഒരു ഷോർട്ട് ടേമിൽ തന്നെ ഇവരുടെ പ്രൈസിൽ നല്ല ഒരു
മുന്നേറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ 2022 ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് 751 ഇപ്പോൾ 1699 റുപ്പീസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മിഡ് ക്യാപ്പിൽ നിന്നും ലാർജ് ക്യാപ്പിൽ പോകുന്ന ഒരു സ്റ്റോക്കാണ്. വാല്യുവേഷനും ഒരുവിധം ബെറ്റർ, ഹൈ വാല്യുവേഷനാണ്, എന്നാലും ആ ഒരു ബോണസിന് ശേഷം ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴേക്ക് വരും. പിന്നെ ഫേസ് വാല്യൂ 2 ആയിട്ടുണ്ട്. സോ ഫ്യൂച്ചറിൽ നെയിം സ്പ്ലിറ്റ് അനൗൺസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ലാർജ് ക്യാപ്പിൽ ടോപ്പ് 5 കാറ്റഗറിയിൽ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ്. കാരണം JBM ഓട്ടോ ഈ ഒരു ഓട്ടോ ആൻസിലറീസിൽ നല്ല ഒരു സെയിൽസ് ഗ്രോത്ത്, ബിസിനസ് ഉയർന്നു വരുന്ന ഒരു സ്റ്റോക്കാണ്. ഇവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ്, ബാലൻസ് ഷീറ്റ്, അതുപോലെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. FI ഹോൾഡിങ്സ് ഉയരുന്നതും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഈ സ്റ്റോക്ക് എന്ത് ചെയ്യുക, തുടർന്ന് ഉയരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളും കൂടി ഈ ഒരു സ്റ്റോക്ക് അനലൈസ് ചെയ്യുക. ലോങ് ടേമിനൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്റ്റോക്കാണ്, എസ്പെഷ്യലി ഈ ഒരു ഓട്ടോസ് ആൻസിലറി സെക്ടറിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നുന്നെങ്കിൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, അല്ലെങ്കിൽ വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ മറക്കാതെ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, അതുപോലെ ക്രൂഡ് ഓയിൽ റിലേറ്റഡ് ആയിട്ടും ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതും കൂടി ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.